ഹലോ, ഇന്ന് നമ്മൾ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന വില്യം വേർഡ്സ്വർത്തിന്റെ കവിതയെ അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആക്ച്വലി അനലൈസ് ചെയ്യല്ല, നമ്മൾ അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ വീഡിയോ 10ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒന്നായിരിക്കുമെന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ കവിത എന്ന് പറയുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന വില്യം വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ള കവിതയാണ്. വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് ദ പ്രില്യൂഡ് എന്ന് പറയുന്ന റൈറ്റിംഗ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പോയറ്റ് ലോറിയേറ്റ് ആയിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം നമ്മളുടെ അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് അതിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ നമുക്കിതൊക്കെ ആവശ്യമായിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു നേച്ചർ പോയറ്റ് ആയിരുന്നു എന്ന കാര്യം മറക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് എബൌട്ട് ദി ഓതറായി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇനി ആ കവിതയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രകൃതിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു റൊമാൻറ്റിക് പോയട്രിയാണത്. ആ കവിതയുടെ ഒരു റൈം സ്കീം എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന റൈം സ്കീമിലാണ് ആ കവിത ട്യൂൺ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കവിതയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 6 സ്റ്റാൻസകളാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഓരോ സ്റ്റാൻസകളായിട്ട് നോക്കാം. അത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഷോർട്ടാക്കി നമുക്കങ്ങനെ പറഞ്ഞു പോവാം. ഒന്നാമത്തെ സ്റ്റാൻസയിൽ ഇതൊരു കഥ പോലെ ഓർത്ത് വെക്കുക കേട്ടോ. ഒന്നാമത്തെ സ്റ്റാൻസയിൽ നമ്മളുടെ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു കവി അല്ലെങ്കിൽ വില്യം വേർഡ്സ്വർത്ത് തന്നെ അദ്ദേഹം തൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ഒരു ഗാർഡനിൽ ഒരു പൂന്തോട്ടത്തിൽ പോയിരിക്കുകയാണ്. വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന സമയത്ത് ആ പ്രകൃതിയുടെ വളരെ മനോഹരമായിട്ടുള്ള ആ സംഗീതമൊക്കെ ആസ്വദിച്ച് അദ്ദേഹം ആ പൂന്തോട്ടത്തിൽ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ആ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സന്തോഷം നിറഞ്ഞ ചിന്തകൾ കടന്നു വന്നു. അതോടൊപ്പം തന്നെ കുറച്ച് സങ്കടം പിടിപ്പിക്കുന്ന ചിന്തകൾ കൂടി കടന്നു വന്നു. ഇതാണ് ആദ്യത്തെ സ്റ്റാൻസ. രണ്ടാമത്തെ സ്റ്റാൻസയിലായപ്പോൾ അദ്ദേഹം ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ആ ഗാർഡനിലൂടെ പതിയെ അങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആ ഒരു പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നടക്കുന്ന സമയത്താണ് നമ്മളുടെ കവി തിരിച്ചറിയുന്നത് മനുഷ്യൻ്റെ ആത്മാവും ഈ പ്രകൃതിയും തമ്മിൽ, അല്ലെങ്കിൽ മനുഷ്യന്മാരും ഈ പ്രകൃതിയും തമ്മിൽ എന്തോ തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു കണക്ഷൻ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു സങ്കടം കടന്നു വന്നു. ആ സങ്കടം എന്ന് പറയുന്നത് എന്താ? എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ ഇത്ര ക്രൂരമായിട്ട് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത്? മനുഷ്യന്മാർക്ക് ഒരിക്കലും പ്രകൃതി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എന്നിട്ടും മനുഷ്യന്മാർ എന്തുകൊണ്ടാണ് ഈ പ്രകൃതിയെ ഇങ്ങനെ ക്രൂരമായി നശിപ്പിക്കുന്നത് എന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് സങ്കടമായി. മൂന്നാമത്തെ സ്റ്റാൻസിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആ ഗാർഡനിലൂടെ നടക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആദ്യമായിട്ട് കുറേ പൂക്കൾ പൂത്തു നിൽക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പ്രിംറോസ് എന്ന് പറയുന്ന ചെടിയും പെരിവിങ്കിൾ എന്ന് പറയുന്ന ചെടിയുമൊക്കെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച അദ്ദേഹം കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ, ഈ പൂക്കളെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്, ഇവിടെയുള്ള ഓരോ പൂക്കളും അവർ സന്തോഷവാന്മാരാണ്. ഈ ഭൂമിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കാൻ കഴിയുന്നതിൽ അവർ വളരെ സന്തോഷത്തിലാണ് എന്ന് കവി പറയാണ്. വീണ്ടും അദ്ദേഹം ആ ഒരു പൂന്തോട്ടത്തിലൂടെ മുന്നോട്ട് നടന്നു. ആ സമയത്ത് ധാരാളം പക്ഷികൾ ആ മരച്ചില്ലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നതും പറന്ന് കളിക്കുന്നതും ഒക്കെ അദ്ദേഹം കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ എനിക്കൊരിക്കലും അളന്നെടുക്കാൻ കഴിയില്ല. അവരുടെ ഉള്ളിലുള്ള ചിന്തകളെ ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ല. പക്ഷേ അവരുണ്ടാക്കുന്ന ചെറിയ ചലനങ്ങൾ, അവർ പറക്കുന്നതും ചാടിക്കളിക്കുന്നതും ശബ്ദമുണ്ടാക്കുന്നതും ഒക്കെ കേൾക്കുമ്പോൾ, കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ഈ പ്രകൃതിയുടെ ഭാഗമാകാൻ കഴിയുന്നതിൽ ആ പക്ഷികൾക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. വീണ്ടും അദ്ദേഹം അതിലൂടെ മുന്നോട്ട് നടന്നു. അങ്ങനെ മുന്നോട്ട് നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ പുതിയതായി പൊട്ടിമുളച്ചു വരുന്ന കുറച്ച് ബ്രാഞ്ചസ്, ന്യൂലി ബ്രാഞ്ചസിനെ അദ്ദേഹം കണ്ടു. ന്യൂലി ബഡ്ഡിങ് ട്വിഗ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അവിടെ പുതിയ ബ്രാഞ്ചസിനെ അദ്ദേഹം കണ്ടു. ആ ബ്രാഞ്ചസിൽ ഇലകളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ചെടികളും ഈ പുതിയ ബ്രാഞ്ചസൊക്കെ ഇലകൾ വിടർത്തി നിൽക്കുന്നത് അതിലെ കടന്നു പോകുന്ന കാറ്റിനെ പിടിക്കാൻ വേണ്ടിയാണ്. ആ കാറ്റിങ്ങനെ തലോടി പോകുന്ന സമയത്ത് അവിടെയുള്ള ചെടികൾക്ക്, അവിടെയുള്ള ബ്രാഞ്ചസിനൊക്കെ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അവസാനത്തെ സ്റ്റാൻസയിൽ എത്തുമ്പോൾ അദ്ദേഹം പറയാണ്, ഈ പ്രകൃതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. മനുഷ്യന്മാർക്കായിട്ട് ദൈവം ഒരുക്കി നൽകിയിട്ടുള്ള ഒരു സ്വർഗമാണ് നമ്മളുടെ പ്രകൃതി എന്ന് പറയുന്നത്. നമ്മളുടെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കപ്പെട്ട ഒരു സ്വർഗമാണ് നമ്മളുടെ പ്രകൃതി എന്ന് പറയുന്നത്. പക്ഷേ അത്രയും സന്തോഷകരമായ ആ നിമിഷത്തിൽ, ആ ചിന്തയിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സങ്കടം കടന്നു വന്നു. ആ സങ്കടം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന് വേണ്ടി ദൈവം ഉണ്ടാക്കി നൽകിയിട്ടുള്ള ഈ പ്രകൃതിയെ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇത്ര ക്രൂരമായിട്ട് നശിപ്പിക്കുന്നത് എന്നോർത്തപ്പോൾ അദ്ദേഹത്തിന് സങ്കടം തോന്നി.
ഈ കവിതയിൽ ധാരാളം പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. നിങ്ങൾക്കറിയാം 1000 ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒരു സ്റ്റാൻസയിൽ ആദ്യത്തെ വരികൾ എന്ന് പറയുന്നത് ഒരു ഹൈപ്പബിലിയാണ്, ഒരു എക്സാജറേഷൻ ആണ്. അതുപോലെ തന്നെ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് എ മാൻ എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്. ആ ഒരു ഫ്രേസ് എന്ന് പറയുന്നത് എന്താണ്? അലിട്രേഷൻ ആണ്. ടു ഹെർ എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്, അതൊരു പേഴ്സോണിഫിക്കേഷൻ ആണ്. അങ്ങനെ ധാരാളം പേഴ്സോണിഫിക്കേഷൻസും അലിട്രേഷൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കവിത കൂടിയാണ് നമ്മളുടെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒന്നാണെന്ന് കരുതുന്നു. കൂട്ടുകാർക്ക് കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.